everyone, techiewizardinfo മറ്റൊരു മിന്നൽ ഇംപ്രഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഓപ്പോയുടെ F27 Pro Plus 5G എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസിന്റെ ഒരു മിന്നൽ ഇംപ്രഷൻ ആണ്. ഓപ്പോ അൺബോക്സ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബോക്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം നമ്മൾ കാണുന്ന ആ ഓപ്പോയുടെ ഒരു യുണീക്ക് ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആകുന്നതിന് നമ്മുടെ ഡിവൈസ് കിട്ടും. ഇതാണ് നമ്മൾ എത്ര തറയിട്ട് പൊട്ടിച്ചാലും വെള്ളത്തിലൊക്കെ മുക്കിയാലും പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുന്ന ഫോൺ. അത് ഒരു പേപ്പർ എല്ലാ ഫോണും ഇപ്പോൾ പേപ്പറാണ് കേട്ടോ. അത് മാറ്റുമ്പോഴത്തേക്ക് നമുക്കൊരു ബാക്ക് കവർ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതുപോലെ കുറച്ച് പേപ്പർ വർക്ക്സും നമുക്ക് സിമുലേറ്റർ പിൻ വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ചാർജറും അതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റ കേബിളും ആണ്. ആൻഡ് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പാക്കിംഗ് സ്പെസിഫിക്കേഷൻ. ഇപ്പോൾ കണ്ടില്ല, ഇതിനകത്ത് മൊത്തം വെള്ളമാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടി ഇത് വെള്ളത്തിയിട്ടാണ്. വെള്ളത്തിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ട് ഇതുപോലെ. അപ്പം എന്താണ് ഈ ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ IP69 റേറ്റിംഗ് വരുന്ന ഒരു ഡിവൈസ് ആണ്. അതും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലാണ് ഓപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇട്ട് പറയാം അല്ലേ. അപ്പം ഈ ജാറി നമ്മളിത് മുക്കി വെച്ചിട്ടാണ് ഈ റിവ്യൂ മൊത്തം പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഡ്യൂറബിലിറ്റിയുടെ ഫാക്ടർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആർമർ ബോഡിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എത്ര നമ്മൾ തറയിട്ടാലും മറ്റുള്ള ഫോണിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല ഡ്യൂറബിലിറ്റി ആണെന്നാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. പടം ഇവിടെ നിന്നിട്ട് പൊട്ടണ സാഹചര്യം പോലും നല്ല ഡ്യൂറബിളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ഫോൺ പൊട്ടിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കാം. ദ തിങ് ഈസ് ദാറ്റ് നിങ്ങളിപ്പോൾ ഏതൊരു ഡിവൈസ് ഇങ്ങനെ ഇതൊരു ആർമർ ബോഡിയിലാണ് വരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഹോണറിൻ്റെ ഒക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡ്യൂറബിളാണ്. സാധാരണ ഫോണേക്കാൾ ഡ്യൂറബിളാണ്. എന്നുവെച്ചാൽ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ലെന്നല്ല, ബട്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഞാൻ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ എടുക്കുകയാണേ. ബാക്കി സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു ലെതർ ഫിനിഷാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു വേറെ സ്പെഷ്യൽ ഡിസൈൻ വരുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ലുക്ക്. അതേപോലെ ക്യാമറ ബമ്പ അധികം ഇങ്ങനെ ചാടി കിടപ്പൊന്നുമില്ല, നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത്. അതേപോലെ ഫ്രണ്ട് വെർഷൻ ഓപ്പോയുടെ ഈ ഫ്ലാഗ്ഷിപ്പ് റെനോ സീരീസിലൊക്കെ വരത്തില്ലയോ അതേപോലെ തന്നെ ഡിറ്റോ അതേപോലത്തെ ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നിയത്. കയറു ഡിസ്പ്ലേ ആണ്, നല്ല ഭംഗിയുള്ള ഡിസ്പ്ലേ ആണ്. എനിക്ക് ആ ഒരു ഫീലിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ ഫോം ഫാക്ടർ 177 ഗ്രാം മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് കാറ്റഗറി വരുന്ന ഡിവൈസ് ആണ്. പിന്നെ ഇതിൻ്റെ ബെസൽസും ചിന്നും നോക്കുവാണെങ്കിൽ നല്ല കുറവാണ്. ഐ മീൻ സൈസ് കുറവ് തന്നെയാണ്, ആവറേജ് അല്ല, അതിലും കുറവാണ്. പിന്നെ അതുപോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേയിലുമാണ് ഇത് നമുക്ക് വരുന്നത്. ഇതിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 2412x1080 പിക്സൽസ് ആണ് ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 950 nits മാക്സിമം ബ്രൈറ്റ്നസും ഗോറില്ല ഗ്ലാസിന്റെ വിക്ടിയസ് 2ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ തറയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. സോ ഓവറോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നല്ല ഫോം ഫാക്ടറുകൾ, ഐ മീൻ എന്താ പറയുന്നത്, ഭയങ്കര ഹാൻഡി ആയിരിക്കും. ഇതൊരു ഫോൺ യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇതിന് കാണാം. മീഡിയാടെക്കിന്റെ Dimensity 7050 ചിപ്സാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ മാലിയുടെ G68 MC4 ആണ് ഇതിന്റെ GPU വരുന്നത്. ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്യാവശ്യം ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന ഫോണാണ്. ബട്ട് ഞാൻ ഇതുവരെ ഒരു ഹാർഡ് കോർ ഗെയിം ടെസ്റ്റ് നടത്തിയിട്ടില്ല. അതെന്തായാലും നടത്തിയിട്ട് ഒരു റിവ്യൂവിൽ നമ്മളത് പറയുന്നതായിരിക്കും. ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ആണ്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 80 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. 64 മെഗാപിക്സൽ ഒരു മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ ഇതിന് എടുക്കാൻ പറ്റും. 4K 30 FPS നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല വിഷ്വൽസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ആൻഡ് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു കോർ റിവ്യൂ ചെയ്തിട്ട് അതിനെപ്പറ്റി നമ്മൾ പറയുന്നതായിരിക്കും. ഈ കാണുന്ന സാമ്പിൾസ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നു അത് കമന്റ് ചെയ്യുക. 4K 30 FPS അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ. ബിക്കോസ് പല ബ്രാൻഡുകൾ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഓപ്പോയും കൊണ്ടുവന്നു, എക്സലന്റ് കാര്യമാണ്. ആൻഡ് ഓവറോൾ നമുക്ക് ഇതിനകത്ത് കളർ വോയിസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓപ്പോ F27 Pro Plusനെ പറ്റി? നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടു കാണിച്ചതാണ്. അപ്പം ഇതിന്റെ റീൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കണ്ടുപിടിക്കാം.